സംസ്ഥാന സർക്കാരിന്റെ കായിക നേട്ടങ്ങളുടെ ചരിത്രത്തിൽ സുവർണ ഏടുകളിലൊന്നാകും ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ അർജന്റീനയുടെ കേരളത്തിലേക്കുള്ള വരവ്. അർജന്റീന വരില്ലെന്ന സർക്കാരിനെതിരെ വ്യാജ പ്രചരണം നടത്തിയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. നടക്കാത്ത സ്വപ്നം എന്നായിരുന്നു ലയണൽ മെസ്സി കേരളത്തിൽ വരുമെന്ന് കേട്ടപ്പോൾ പ്രതിപക്ഷം ആദ്യം പ്രതികരിച്ചത്. ഒടുവിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കായികമന്ത്രി വി അബ്ദുറഹിമാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തി. സ്പെയിനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അർജന്റീനയുടെ പ്രതിനിധികൾ കേരളത്തിലെ സ്റ്റേഡിയം പരിശോധിക്കാൻ എത്തുമെന്നും അറിയിച്ചു. കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ സുവർണ ഏടുകളിലൊന്നായി മെസ്സിയുടെ വരവ് അടയാളപ്പെടുത്തുന്നതിന്റെ ആദ്യ തീരുമാനം അതായിരുന്നു. ഫുട്ബോൾ കളിക്കുന്നതിനൊപ്പം അർജന്റീനയുടെ ഫുട്ബോൾ അക്കാദമിയും കേരളത്തിൽ സ്ഥാപിക്കാൻ കൂടിയാണ് കേരളത്തിലേക്കുള്ള വരവ്. മെസ്സിപ്പടയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കിടയിൽ മെസ്സിയും സംഘവും വരില്ലെന്ന് അർജന്റീനയുടെ പ്രതിനിധികൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇതിനിടയിലും സംസ്ഥാന സർക്കാരിനെയും കായികമന്ത്രിയെയും ഇകഴ്ത്തിക്കാണിക്കാനായിരുന്നു എതിരാളികളുടെ ശ്രമം. മെസ്സിപ്പട ഒക്ടോബറിലെത്തില്ലെന്നാണ് സ്പോൺസർക്ക് മെയിൽ ലഭിച്ചതെന്നും അല്ലാതെ കേരളത്തിൽ വരില്ലെന്ന് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചിട്ടില്ലെന്നും മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും വിമർശനങ്ങൾ തീർന്നില്ല. അർജന്റീന കേരളത്തിലേക്ക് വരില്ലെന്ന് കുപ്രചാരണം സജീവമായി. ഒടുവിൽ നവംബറിൽ അർജന്റീനൻ സംഘം കേരളത്തിൽ പന്തു തട്ടുമെന്ന് അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ കായിക ചരിത്രത്തിലെ സുവർണ ഏടുകളിലൊന്നായി അർജന്റീനയുടെ വരവ് മാറുകയാണ്. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.